കെ ശശിക്കെതിരെ മണ്ണാർക്കാട് CPIM പ്രകടനം ഉണ്ടായിരിക്കുന്നു. മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി നാരായണൻകുട്ടി അടക്കമുള്ള നേതാക്കളാണ് പ്രകടനത്തിൽ പങ്കെടുത്തത്. മണ്ണാർക്കാടിനെ കട്ടുമുടിച്ചവൻ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ചു എന്നെല്ലാം ശശിക്കെതിരെ മുദ്രാവാക്യം വിളികളുമുണ്ട്. ബിലാൽ വെറും പടക്കം ബഷീർ മാത്രമാണെന്ന് ഇന്നലത്തെയോടെ മണ്ണാർക്കാട് ജനങ്ങൾക്ക് ബോധ്യമായെന്ന് CPIM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗം PM ആർഷോയും പറഞ്ഞു. ഷൺമുഖനാണ്, ഞങ്ങളാകെ ബിലാലാണ് എന്നൊക്കെയാണ് ചില ഉച്ചാളി ചട്ടമ്പികളുടെ വിചാരം. ഇന്നലത്തോടെ മണ്ണാർക്കാട്ടെ സർവത്ര മനുഷ്യർക്കും ബോധ്യായി കാരക്കാമുറി ഷൺമുഖനുമല്ല ബിലാലുമല്ല പടക്കം ബഷീർ മാത്രമാണ് എന്നുള്ളത് ഈ നാട്ടിലെ അവസാനത്തെ മനുഷ്യരും ബോധ്യായി. പടക്കം ബഷീറാണ്. ഇനി പൊട്ട പറയുകയും ഞാൻ പടക്കം ബഷീറല്ല, ഞാൻ വീണ്ടും ബിലാലാണെന്ന്. അങ്ങനെയാണ് ആയിക്കോട്ടെ, ബിലാലാണെന്ന് തന്നെ വെച്ചോ. ഇനി ബിലാലാണെങ്കിൽ ബിലാലിനോട് ഒന്ന് പറയാം. ബിലാല് അരട്ടവസരിട്ട് അങ്ങാടി കൂടെ നടന്ന കാലം ഉണ്ടായിരുന്നു. ആ നടന്ന കാലത്ത് ബിലാൽ ഒരു ബിലാലും ആയിരുന്നില്ല. ആ ബിലാലിനെ അരട്ടവസരിട്ട കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി. മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി തിന്നാൻ കൊടുത്തു, കുടിക്കാൻ കൊടുത്തു, നേരെ നിവർന്നു നിൽക്കാൻ പ്രാപ്തനാക്കി. അങ്ങനെ ബിലാല് ബിലാലായി മാറിയത്. അങ്ങനെ നേരെ നിൽക്കാൻ പ്രാപ്തരായതിനു ശേഷം ബിലാല് സായിപ്പിടോണിയായി മാറി മേരി ടീച്ചറുടെ തലയ്ക്ക് കുണ്ടറിയാൻ ആളെ പറഞ്ഞു വിട്ട് പൊന്നുപോലെ ബിലാലെ ഒരൊറ്റ കാര്യം പറയാം. മേരി ടീച്ചർക്ക് കൊച്ചിയിൽ വേറെയും ഉണ്ട് മക്കൾ. ആ മക്കളെ ഇറങ്ങി നിന്നാൽ സായിപ്പിടോണിയുടെ മുട്ടിന്റെ ചിരട്ട കാണൂല. അത് ചെയ്യാനും പറയാനും ഈ നാട്ടിലെ മേരി ടീച്ചറുടെ മക്കൾക്ക് അറിയാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഏർപ്പാട് ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാൻ കർശനമായി തന്നെ മണ്ണാർക്കാട്ടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ആവർത്തിച്ചു പറഞ്ഞുകൊണ്ട് ഞങ്ങളാകെ. എന്തായാലും വലിയ തരത്തിലുള്ള വിമർശനമാണ് കെ ശശിക്കെതിരെ ഇപ്പോൾ PM ആർഷോ ഉയർത്തിയിരിക്കുന്നത്. വിവരങ്ങളുമായി അജിത് ബാബു ആണ് ചേരുന്നത്. അജിത്, എന്തായാലും വേറൊരു തരത്തിലുള്ള സമാന്തരമായിട്ടുള്ള ബിഗ് ബി കഥയാണ് ഇപ്പോൾ PM ആർഷോ അവിടെ പറഞ്ഞിരിക്കുന്നത്. മുതിർന്ന നേതാവിനെതിരെ വലിയ തരത്തിലുള്ള വിമർശനം. എന്തെല്ലാം കാര്യങ്ങളാണ് കെ ശശിക്കെതിരെ വിമർശനമായി ഉന്നയിക്കുന്നത്? സ്വാതി, ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം കെ ശശിയെ പൂർണ്ണമായും തള്ളിയിരിക്കുകയാണ് CPM എന്നുള്ളതാണ്. ഒരു തരത്തിലും കെ ശശിയെ പരിഗണിക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് CPM എത്തി എന്നുള്ളത് തെളിയിക്കുന്നതാണ് ഇന്ന് വൈകിട്ടത്തെ പ്രകടനം. അതായത് ഇന്നലെ രാത്രിയാണ് CPMന്റെ മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പടക്കമെറിയുന്ന സാഹചര്യം ഉണ്ടായത്. അതിൽ ഒരാൾ പിടിയിലാകുകയും ആ പിടിയിലായ അഷ്റഫിന് കെ ശശിയുമായി ബന്ധമുണ്ട്, അത് കെ ശശിയുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് എന്നുള്ളതാണ് അവിടുത്തെ മണ്ണാർക്കാട് CPMന്റെ നേതൃത്വം ഉൾപ്പെടെ കരുതുന്നത്. മാത്രമല്ല കെ ശശിയുമായി മുമ്പ് ഒരുപാട് പങ്കെടുത്ത ചിത്രങ്ങൾ ഉൾപ്പെടെ ഇയാളുടേതായി പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനം അവിടെ നടത്തിയിരിക്കുന്നത്. ആ പ്രതിഷേധ പ്രകടനത്തിൽ തന്നെ വലിയ മുദ്രാവാക്യങ്ങളെതിരെ കെ ശശിക്ക് എതിരെ ഉയർന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. മണ്ണാർക്കാട്ടെ കട്ടുമുടിച്ചവൻ മുസ്ലിം ലീഗിനെ കൂട്ടുപിടിച്ച് ഞങ്ങളുടെ നേരെ പോരിന് വന്നാൽ ഓർത്ത് കളിച്ചോ ബിലാലെ എന്ന മുദ്രാവാക്യങ്ങൾ അടക്കം ഉയർന്നു. മാത്രമല്ല ബിലാലുമാരുടെ ചെരുപ്പ് നക്കികൾ CPMന് നേരെ വന്നാൽ തച്ച് തകർക്കും എന്നുൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് എഴുതി തയ്യാറാക്കിയ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് CPM ഇന്ന് മണ്ണാർക്കാട് പ്രകടനം നടത്തിയത്. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ടായിരുന്നു ഈ പ്രകടനം. അതിനുശേഷമായിരുന്നു PM ആർഷോയുടെ സിനിമ സ്റ്റൈൽ മറുപടി. കാരണം കഴിഞ്ഞ ദിവസം ആയുർവേദ സെന്ററുമായി ബന്ധപ്പെട്ട് ഉദ്ഘാടനത്തിൽ മുഖ്യാതിഥിയായി എത്തി. അന്ന് ആ പരിപാടിയിൽ മുഖ്യാതിഥിയായി ഈ കെ ശശി പറഞ്ഞത് കൊച്ചി പഴയ കൊച്ചിയായിരിക്കില്ല, പക്ഷെ ബിലാൽ പഴയ ബിലാലാണെന്നാണ്. അതിന് സിനിമ സ്റ്റൈലിൽ തന്നെ മറുപടി പറഞ്ഞിരിക്കുകയാണ് PM ആർഷോ. അതായത് ഈ ബിലാലിന് പണ്ട് ഇത്തരത്തിൽ അരട്രൗസറും ഇട്ട് അങ്ങാടിയിൽ കൂടി നടന്ന കാലത്ത് മേരി ടീച്ചർ കൂട്ടിക്കൊണ്ടുപോയി കഴിക്കാനും കുടിക്കാനും നിവർന്നു നിൽക്കാനും പ്രാപ്തനാക്കിയതോടുകൂടി ബിലാല് രൂപം മാറി സായിപ്പ് ടോണിയായി മേരി ടീച്ചറുടെ തലയ്ക്ക് ഗുണ്ടെറിയാൻ ശ്രമിച്ചാൽ അതിനെ കൈകാര്യം ചെയ്യുമെന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് PM ആർഷോ പറഞ്ഞിരിക്കുന്നത്. അതായത് ഏതാണെങ്കിലും മണ്ണാർക്കാട് രാഷ്ട്രീയ വിവാദം മാത്രമല്ല സിനിമ സ്റ്റൈൽ മറുപടി കൂടിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ഈ വിവാദം ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മണ്ണാർക്കാടുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ അത് വലിയ രീതിയിൽ സംസ്ഥാനത്താകെ ചർച്ചയായി. പ്രത്യേകിച്ച് കോൺഗ്രസിനുള്ളിൽ തന്നെ കോൺഗ്രസിന്റെ VK ശ്രീകണ്ഠൻ MP കോൺഗ്രസിലേക്ക് വരാൻ അയോഗ്യതയുള്ള ആളല്ല കെ ശശി എന്ന് പറയുകയും അതിന് പിന്നാലെ തന്നെ കോൺഗ്രസിൽ തന്നെ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉൾപ്പെടെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ കൂടി ഉണ്ടായി. ഏതാണെങ്കിലും ഇക്കാര്യത്തിൽ സജീവ ചർച്ച നാളെയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാദി രാജീവ്.